ഹലോ ഗൈസ്, അപ്പോൾ ഒരു അടിപൊളി മത്തി മുളകിട്ടതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. അപ്പോൾ ഒരു ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ കറിവേപ്പില, പിന്നെ ഒരു തക്കാളിയും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 1/2 കിലോ മത്തി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്, മുറിച്ചെടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതാണ്. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതിന് അരച്ചെടുക്കാം, നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അരപ്പ്. നമുക്ക് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ചൂടുവെള്ളം എടുത്താൽ. പിന്നെ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ, സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണെങ്കിലും മതിയാവും. അപ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക, അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി സവാള ചേർക്കുക, എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക. സവാള ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാളയൊക്കെ വഴണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഉപ്പ് ചേർത്തത്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി നേരിങ്ങനെ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് തക്കാളിയൊക്കെ ഉടയുന്നത് വരെ, കൂടുതൽ ഉടയണ്ട, നമുക്കൊരു ബൈറ്റ് കിട്ടുന്ന പോലെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായി ബ്ലെൻഡ് ചെയ്തെടുത്ത അരപ്പാണ് പൊടികളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പൊടികൾ വേണ്ടെങ്കിൽ വറ്റൽ മുളകും മല്ലിയും എടുത്ത് അരച്ചാൽ മതിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത്. ഇവിടെ ഞാൻ പൊടിയെടുത്ത് വെള്ളം ഒഴിച്ച് അരച്ച അരപ്പാണ്. അപ്പോൾ ഇങ്ങനെയാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ തന്നെ പൊടിയായി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇടുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പെടുത്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്രേവി രൂപത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ അവസാനം എന്ത് ചെയ്യാം, കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുളി ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കും. വാളംപുളിയുടെ വെള്ളമാണ് ചേർക്കുന്നത്, കുടംപുളിൻ്റെ വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായി വഴറ്റുക. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ നന്നായി തിളച്ച് വരും. ഇപ്പോൾ ആ ഒരു
അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇളക്കരുത്, മീൻ പൊടിയായി പോവും. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് ചെറുതായി. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനും വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ കലങ്ങി വെന്തിട്ടില്ല. അപ്പോൾ കൂടുതൽ സമയം വേവിക്കരുത്, മീനൊക്കെ കലങ്ങി ഉടഞ്ഞു പോകും. ഇപ്പോൾ 2 കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലെ സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ ചോറിനും അപ്പത്തിനൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.